എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറയും, നിനക്കെന്ത് സുഖമാണ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട്, പിന്നെ വേണ്ടപ്പോൾ വർക്ക് എടുക്കുക, വേണ്ടാത്തപ്പോൾ എടുക്കാണ്ടിരുന്നൂടെ. അപ്പോൾ അത് നല്ലൊരു സൗകര്യമല്ലേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരു സൗകര്യം തന്നെയാണ് കേട്ടോ. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് ഷോപ്പിലാണെങ്കിൽ അതൊന്നും നടക്കില്ലല്ലോ. ഞാൻ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും കുഞ്ഞുങ്ങളൊക്കെ നോക്കി വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയല്ലേ. വീട്ടിലത്തെ എല്ലാ ജോലിയും ചെയ്ത് കുഞ്ഞുങ്ങളെ നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ദിവസം എന്താ പറയുക ഏൺ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് ഭയങ്കര സൗകര്യം എന്നല്ല കേട്ടോ. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് ഉള്ള ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ. ഞാനൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നിടത്തുനിന്ന് ഒരു 10,000 പ്രാവശ്യം എണീക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വീട്ടിലത്തെ ഓരോ കാര്യങ്ങൾക്കും ഗസ്റ്റ് വരുമ്പോൾ, അല്ലാതെ വീട്ടിലത്തെ ഓരോ ആവശ്യത്തിനായിട്ടും നമ്മൾ ഒരു ഡ്രസ്സ് തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം എണീക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. രാവിലെ പോയിട്ട് വർക്ക് ചെയ്താൽ വൈകുന്നേരം ആകുമ്പോൾ കട അടയ്ക്കുന്നവരെ ഫുഡ് കഴിക്കാൻ മാത്രമേ എണീക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഷോപ്പ് എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കലുണ്ട്. എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം വീട്ടിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യുന്നതാണ്. എവിടെ നിന്നിട്ട് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ശരി, നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കാൻ നോക്കുക. അതേപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും വരാത്ത തരത്തിലോളം കാലം നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക.